അങ്ങനെ അവസാനം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ അമേരിക്ക തിരിച്ചയച്ചു തുടങ്ങി. 130 പാസഞ്ചർ കപ്പാസിറ്റി ഉള്ള US എയർഫോഴ്സിന്റെ വിമാനം അവിടെ നിന്ന് പുറപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. ലിസ്റ്റിൽ 1-2 പേരല്ല കേട്ടോ, 18,000 പേരുണ്ട്. അപ്പൊ ഇനിയും വിമാനങ്ങൾ അവിടെ നിന്ന് പുറപ്പെടാനുണ്ടെന്നർത്ഥം. കണക്കിൽ പെടാത്ത 7 ലക്ഷത്തോളം പേര് ഇനിയും അവിടെ ഉണ്ടെന്നും പറയുന്നു. എന്തൊരവസ്ഥയാണല്ലേ! എന്തൊക്കെ പ്രതീക്ഷകളോടെയും സ്വപ്നങ്ങളോടെയും ആയിരിക്കും അവർ US പോയത്. പ്രോപ്പർ ആയിട്ടുള്ള റെസിഡൻസ് പെർമിറ്റോ വർക്ക് പെർമിറ്റോ ഇല്ല എന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇവരെയൊക്കെ ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തത്. റിന്യൂവലിനുള്ള ആപ്ലിക്കേഷന്റെ റിജക്ഷനും വർക്ക് പെർമിറ്റ് റിജക്ഷനും ഒക്കെയാണ് ഇനി US സിറ്റിസൺഷിപ്പോ ഗ്രീൻ കാർഡോ ഇല്ലാത്ത എല്ലാ ഇന്ത്യക്കാരും ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. ട്രംപിന്റെ ഈ തീരുമാനം ഒരുപറ്റം US പൗരന്മാരുടെ കൂടെ ആവശ്യമായിരുന്നു. സ്വന്തം രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ഒരു കുടിയേറ്റക്കാരനായി ചെല്ലുമ്പോൾ മാതൃരാജ്യത്തെ വിശ്വാസങ്ങളും മതങ്ങളും ഒന്നും മറ്റൊരു രാജ്യത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഒരുപക്ഷെ എല്ലാവരും അത് അംഗീകരിക്കണമെന്നില്ല. ദേശീയതയും രാജ്യസ്നേഹവും ഒക്കെ അവരവരുടെ രാജ്യത്ത് കാണിച്ചാൽ പോരെ. മറ്റൊരു രാജ്യത്തിൽ ഇതൊക്കെ ഇറക്കാൻ ചെന്നാൽ ഇങ്ങനെ ഇരിക്കും. ഇന്ത്യക്കാരുടെ കോലാഹലങ്ങളും കാട്ടിക്കൂട്ടലുകളും കണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന UK യും കാനഡയും പോലെയുള്ള രാജ്യങ്ങളും അടുത്തതായിട്ട് ഇതൊക്കെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്.